നമസ്കാരം കേട്ടോ. ഇതിപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ കാണാം, അറിയുന്നവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കാം. അപ്പോൾ ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ വീടാണ്. നമ്മൾ കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കണ്ടറിയാനായിട്ട് നമ്മളത് കുട്ടിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മൊത്തം കുട്ടി വർക്ക് ചെയ്യാനുള്ള. അപ്പോൾ കുട്ടി ഏത് വേണം എന്നുള്ളതല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുട്ടി നിങ്ങൾക്ക് ഏഷ്യൻ ബർജർ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഏത് മെറ്റീരിയൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പൗഡർ കുട്ടി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഇത് പറയാൻ പോകുന്നത് പല ആൾക്കാരും ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റാണ് ഈ കുട്ടി ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, സിമെൻറ്റിൽ ഡയറക്റ്റായിട്ട് ഇട്ടേക്കാം, പരിക്കൻ തേച്ചിൽ ഡയറക്റ്റ് ഇട്ടേക്കാം. അപ്പോൾ പല ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, പ്രൈമർ അടിക്കാതെ അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് അടിക്കാതെ ഇത് ഇടാവോ, ഇട്ടാൽ വല്ല കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൽ മഹാന്മാരുണ്ടെങ്കിൽ നമ്മളോടൊന്ന് ക്ഷമിക്കണം. ഞാൻ മഹാന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം കമൻറ്റ് ബോക്സ് തുറന്നാൽ കാണുമ്പോൾ ചില ആളുകൾക്ക് ഒരു അസുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മളെടുത്തേക്കുന്നത് JKയുടെ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഷ്യൻ എടുക്കാം, ബർജർ എടുക്കാം, അങ്ങനെ പല കമ്പനികളുണ്ട്. എല്ലാ പൗഡർ കുട്ടി ആയാൽ മതി, എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ പൗഡർ കുട്ടി ഏത് കമ്പനികളും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇത് കാണിക്കുമ്പോൾ കുറച്ച് മഹാന്മാർ ചോദിക്കും, കമ്പനിയുടെ നിന്ന് എത്ര രൂപ മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അറിവ് എന്നുള്ളത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് എല്ലാം അറിയാമെന്ന് ഭാവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതാദ്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇടാവോ ഇടാൻ പാടില്ല എന്നുള്ളതാണ് ഒരിത്. അപ്പോൾ എല്ലാവരും പറയും ചില വീടുകളിൽ ചില പ്രൈമർ അടിച്ചിട്ട് മാത്രം ഇടാൻ പാടുള്ളൂ, പ്രൈമർ അടിക്കാതെ ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊരു ഇത് പറഞ്ഞതാണ്. അപ്പോൾ നോക്കാം, ഇതിപ്പോൾ JK സിമെൻ്റാണ്. ഈ JK സിമെൻറ്റ് വാൾമാക്സ് കിടക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ വായിക്കുക, വൈറ്റ് സിമെൻറ്റ് ബേസ്ഡ് പുട്ടി, അതായത് വൈറ്റ് സിമെൻറ്റ് ബേസ്ഡ് പുട്ടിയാണ്. ഇതിൽ ഓൾറെഡി വൈറ്റ് സിമെൻറ്റ് എന്നുള്ള കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്, വൈറ്റ് സിമെൻറ്റ് ബേസ്ഡ് പുട്ടി. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റൊക്കെ ഭിത്തിയിൽ കയറ്റി അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഈ പുട്ടിയിടേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ട് അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വൈറ്റ് സിമെൻറ്റ് ബേസ്ഡ് പുട്ടി. ഇത് എത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല. ശ്രദ്ധിക്കുന്നവർ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഇടുന്നത്. പിന്നെ പ്രൈമർ അടിക്കുന്നവർക്ക് അടിക്കാം കേട്ടോ, അടിക്കുന്നതെന്നല്ല. പ്രൈമർ അടിച്ചിട്ടാലും കുഴപ്പവും കാര്യങ്ങളില്ല. ഈ പ്രൈമർ അടിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടി ഇച്ചിരി ലാഭിക്കാനും അതുപോലെ പണി ഇച്ചിരി എളുപ്പമാകാനും ഇച്ചിരി സ്പീഡ് ഇടാൻ. കാരണം ഡയറക്റ്റ് ഭിത്തിയിലിടുമ്പോൾ ഒരു ഇച്ചിരി വലിച്ചിലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഇത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പ്രൈമർ അടിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ പ്രൈമർ അടിച്ചാണ് എന്തിനാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. ഇത് ഞാൻ സീലിംഗ് ജിപ്സം ചെയ്യാനുള്ളതാണ്. അപ്പോൾ സീലിംഗ് ജിപ്സം ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രൈമർ അടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ആ ജിപ്സം തന്നെ ഭാഗം മാത്രം, അല്ലാതെ ഞാൻ ഭിത്തിയിൽ പ്രൈമറൊന്നും അടിച്ചിട്ടില്ല, ഡയറക്റ്റ് തന്നെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ലാഭം കിട്ടാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും ഇടുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ സെക്കൻഡ് ലെയർ ഇട്ടാലാണ് ഇത് ഫിനിഷായിട്ട് വരുള്ളൂ. ഫസ്റ്റ് ലെയറിൽ ഇത് ഉള്ളിലോട്ട് വലിക്കും. അത് പ്രൈമർ അടിച്ചാലും അത്യാവശ്യം വലിക്കും. പക്ഷെ പ്രൈമർ അടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഏരിയ കൂടുതൽ കിട്ടുന്നു, കനം ഇച്ചിരി കുറയുന്നു. ഇതിന് അങ്ങനെ ഒരു കാര്യമില്ല. ഇച്ചിരി കനം കൂടുതൽ കിട്ടേ നമുക്ക് ഇച്ചിരി കൂടി ഈടും. കാരണം ആ സിമെൻറ്റിലോട്ട് നല്ല രീതിയിൽ ഇത് കണ്ടില്ലേ, പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചെറിയ 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 സുഷിരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ പൊട്ടി കയറി പിടിച്ച് സ്ട്രെങ്ത്ത് കൂടുതൽ കിട്ടും. പ്രൈമർ അടിച്ച് കഴിയുമ്പോഴേക്ക് വൈറ്റ് സിമെൻറ്റ് അടിച്ച് കഴിയുമ്പോൾ ഈ കണ്ണുകൾ മൊത്തം അടയും. പിന്നെ നമ്മൾ ഇടണ പൊട്ടി അതിൻ്റെ മുകളിൽ മാത്രം നിൽക്കുള്ളൂ. ആ വൈറ്റ് സിമെൻറ്റിൽ ആണ് അതിൻ്റെ പിടുത്തം മൊത്തം വന്നത്. അപ്പോൾ ഇത് ഭിത്തിയായിട്ട് ഇച്ചിരി കൂടി പിടിച്ച് നിൽക്കും. അപ്പോൾ എല്ലാവരും ഓവർ ചിലവെന്നുള്ള രീതിയിൽ പ്രൈമർ അടിക്കണമെന്ന് നിർബന്ധമില്ല. പ്രൈമർ അടിക്കാതെ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടി നല്ലത്. കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രൈമറിൻ്റെയും അതിൻ്റെ പണിക്കാശും ലാഭിക്കാം. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് ബേസ്ഡ് പുട്ടി ഏഷ്യനാ, ബർജറാ, ഇൻഡിക്കോയാ, നെറോലാക്കാ, ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. വാട്ടർ പ്രൂഫ് വരെയുണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഈ കമ്പനിയുടെ പരസ്യം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിലൊന്ന് കരയേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത്. ഒരു കമ്പനിയുടെ മാത്രം പറയുമ്പോൾ ചില ആളുകൾക്ക് കരച്ചിൽ കൂടുതൽ. അത് വേറെ ഒന്നല്ല, ഒരു അസുഖമാണ്. നന്നായിട്ട് നീങ്ങി എന്നിട്ട് ചൊറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അസുഖം കൊണ്ട് മാറിക്കിട്ടും കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഈ കസ്റ്റമറെ പറ്റിച്ച് നടക്കുന്ന ആളുകൾക്ക് മാത്രം, അതായത് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിഷയം ഓക്കെ ആണോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ ചില ആളുകൾക്ക് പെട്ടെന്ന് രക്തപ്രവാഹം തലയിലോട്ട് കയറും. അപ്പോൾ അത് കയറണം എന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി വെട്ടവൻ്റെ തലയിലാണ് പപ്പ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ തപ്പി നോക്കുന്ന ടീമുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളെ നമുക്ക് ഈ കമൻറ്റ് ബോക്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ഇത് എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലിടുന്നത്, കർക്കാരുടെ വീട്ടിൽ പോയിട്ടല്ല ചെയ്യണത്. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ പല ചിലവന്മാർ ചോദിക്കും, എല്ലാ ആൾക്കാരും മോചിക്കുന്നതിൽ ഭയങ്കര ത്രില്ലാണല്ലോ എന്ന് പറയില്ല. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ മോചിക്കുന്നതിൽ ഒരു ത്രില്ലും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും കൂടി ബൈ.